ഹായ് ഗായ്സ്, അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു ബ്രൂസ്റ്റഡ് കഴിച്ച കഥയാണ് പറയുന്നത്. ഒരു 4 മണിയായപ്പോൾ എനിക്ക് വിശന്നപ്പോൾ പറഞ്ഞു ബ്രൂസ്റ്റഡ് മേടിച്ച് തരാമെന്ന് പറഞ്ഞു. സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ ആദ്യം വിചാരിച്ചു അല്ല ബൂസ്റ്റും ആയിരിക്കും എന്നാണ്. അപ്പോൾ പറഞ്ഞു അല്ല, നമുക്കൊരു ബ്രൂസ്റ്റഡ് കഴിക്കാം എന്ന് പറഞ്ഞു. ചിക്കൻ്റെ ഐറ്റം ആണെന്ന് കേട്ടപ്പോൾ പിന്നെ എൻ്റെ 2 കണ്ണിലും ബൾബ് കത്തി. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് വേറെ എവിടെയല്ല, നമ്മുടെ കിളിമാനൂരുള്ള ഇരട്ടച്ചിറയിലെ ചിക്കി വോക്കിലാണ് പോയത്. അങ്ങനെ അവിടെ പോയി പണ്ടൊക്കെ സിനിമയിലേക്ക് ഞാൻ ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ കണ്ടിട്ടുള്ളൂ. അങ്ങനെ ഷോപ്പ് കണ്ടപ്പോൾ തന്നെ അടിപൊളി സൂപ്പർ ആംബിയൻസ് ഒക്കെ അങ്ങനെ കണ്ടു, വീഡിയോസ് എടുത്തു. അങ്ങനെ ഞങ്ങൾ ആ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ അവിടെ നിൽക്കുന്ന ചേച്ചി ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും വീഡിയോ എടുക്കുമല്ലേ, അപ്പം ഈ ഓഫറിനെ കുറിച്ചും കൂടെയൊക്കെ പറഞ്ഞു തന്നു. കുറേ ഓഫറിനെ കുറിച്ചൊക്കെ ചേച്ചി പറഞ്ഞു തന്നു. പക്ഷേ സംഭവം എനിക്ക് വലുതായിട്ടൊന്നും കത്തിയില്ല. ആകെ മനസ്സിലായി, ചൊവ്വാഴ്ച ദിവസം, എല്ലാ ആഴ്ചയും ചൊവ്വാഴ്ച ദിവസം നല്ല സൂപ്പർ കോംബോ ഓഫറുകളുണ്ട്. അതുപോലെ തന്നെ ഹോം ഡെലിവറിയും ഉണ്ട്, അവൈലബിൾ ആണ്. അപ്പം പറ്റുന്നവരെല്ലാവരും നമ്മുടെ ഈ ഷോപ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ നോക്കണം. പിന്നെ ഞങ്ങൾ പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ഞാൻ പണ്ട് സിനിമയിലൊക്കെയാണ് ഈ ഷോപ്പ് കണ്ടിട്ടുള്ളത്. അന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് പോവാനൊക്കെ ഒന്ന്, പക്ഷേ അന്നൊന്നും നടന്നിട്ടില്ല. പക്ഷേ ഇപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ, അന്നൊക്കെ ഇതൊരു വലിയ ആഗ്രഹമായിരുന്നു, പക്ഷേ ഇപ്പം ഇതൊരു ചെറിയ ആഗ്രഹമായിരിക്കും. ഇതൊക്കെ നടന്നു പോകുന്നു. അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞാൻ അത്ര പുട്ടിയൊന്നും അടിക്കാത്തതുകൊണ്ട് എനിക്ക് ആ ഫോട്ടോസ് വലിയ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഷിബൂട്ടം വലുതായിട്ടൊക്കെ ഒരുങ്ങിയാണ് നിന്നത്. പിന്നെ ചേച്ചി കുറേ നമുക്കൊരു കാർഡ് തന്നു, ഹോം ഡെലിവറി ഉണ്ടെങ്കിൽ വിളിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഓഫർ. കാർഡ് ഇത് സ്ഥിരം മേടിക്കുന്ന ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം. നല്ല അടിപൊളി, കുട്ടിയൊക്കെ ഇഷ്ടപ്പെടും. നമുക്ക് ഇങ്ങനെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. എന്തായാലും അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ പാഴ്സലാണ് മേടിച്ചത്. നല്ല സൂപ്പർ AC-യിലിരുന്ന് കുറച്ച് നേരം അങ്ങ് തണുത്തു എന്ന് വേണമെങ്കിൽ പറയാം. നല്ല രസമുണ്ട് കേട്ടോ. എന്തായാലും നമ്മുടെ കിളിമാനൂർ കിടക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോകണം. ഒരുപാട് പൈസയൊന്നുമില്ല, നമ്മൾ ജീവിതം ഇങ്ങനെ ആസ്വദിക്കാനുള്ളതല്ലേ. വല്ലപ്പോഴൊക്കെ, സ്ഥിരം വേണമെന്ന് പറയത്തില്ല, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ പോയിരുന്ന് ഒരു പീസ് ചിക്കൻ മേടിച്ച് കഴിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ അതും കൊണ്ട് വീട്ടിൽ വന്നു. പാഴ്സലാണ് മേടിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൊണ്ടുവന്ന് ഞാൻ ആദ്യമായിട്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ പൊട്ടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഗമയിലൊക്കെയാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഇത് പൊട്ടിച്ചു. പൊട്ടിച്ചത് നല്ല സൂപ്പർ 2 പീസ് ചിക്കൻ, ഒരെണ്ണം ലെഗായിരുന്നു. അപ്പോൾ ലെഗ് ഷിബൂട്ടന് വേണമെന്ന് പറഞ്ഞു. ഞാൻ കൊടുക്കൂല എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ കൊടുക്കൂല. ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്ന ഞാനാണ്, അപ്പം എനിക്ക് തന്നെ വേണം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ് എന്നും പറഞ്ഞ്, നമ്മളെ ഉരുളൻ കിഴങ്ങ് അല്ലാതെ എന്തൊരു സാധനം, ഉരുളൻ കിഴങ്ങിനെയാണ് പറയണം ഫ്രഞ്ച് ഫ്രൈസ് എന്ന്. അങ്ങനെ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും മയണൈസ് പിന്നെ പണ്ടേ എനിക്കിഷ്ടമാണ്. കാരണം ഞാൻ ഷവായിയൊക്കെ തിന്നിട്ടുള്ള സമയത്തെ ഈ മയണൈസിൻ്റെ ആളാണ് ഞാൻ. അത് കഴിഞ്ഞ് കുറച്ച് സോസ് കിട്ടി, കെച്ചപ്പും കൊണ്ട് കുറച്ച് പെപ്സി അടിച്ച് പൊട്ടിച്ച് കുപ്പിയൊക്കെ അടിച്ച് പൊട്ടിച്ച് ഞാൻ തന്നെ ആദ്യം ട്രൈ ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. സംഭവം സൂപ്പർ തന്നെ. എനിക്ക് ഇനി ഇപ്പോൾ പറയുമ്പോൾ തന്നെ എൻ്റെ വായിൽ വെള്ളം ഊറുന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഞാനൊരു ഫുഡ് കൊതിച്ചയായിപ്പോയി. തിരിഞ്ഞ് കഴിക്കാത്ത എന്ത് ഫുഡ് ഞാൻ കഴിക്കും, അത് വേറൊരു കാര്യം. അതുകൊണ്ട് എൻ്റെ ശരീരത്തത് കാണാനും ഉണ്ടേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ബൈ.